ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര എന്റെ കഷ്ടങ്ങൾ മാറിടും, എന്റെ കണ്ണുനീർ തോർന്നിടും. എന്റെ കഷ്ടങ്ങൾ മാറിടും, എന്റെ കണ്ണുനീർ തോർന്നിടും. തിരുപ്പാലിൻ ദുരിതങ്ങൾ ചേരും പ്രിയന്മാരിൽ സ്വർഗ്ഗസിയോൻ പുരിയിൽ. തിരുപ്പാലിൻ ദുരിതങ്ങൾ ചേരും പ്രിയന്മാരിൽ സ്വർഗ്ഗസിയോൻ പുരിയിൽ. ദൈവനാമം ഉയർത്തപ്പെടുമാറാകട്ടെ. ഗലാത്യ ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യം. നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. നിങ്ങൾ മക്കൾ ആകൊണ്ട്, നിങ്ങൾ മക്കളായി കഴിയുമ്പോൾ, നിങ്ങൾ ആത്മാവിൽ വളർന്ന് കഴിയുമ്പോൾ, നിങ്ങൾ ശിശുവെന്ന അനുഭവത്തിൽ നിന്ന് വളർന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു കാര്യമാണ് ജീവനുള്ള ദൈവത്തെ അബ്ബാ പിതാവേ എന്ന് നിങ്ങൾക്ക് തന്നെ വിളിച്ച് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് കഴിയും. അതാണ് അപ്പോസ്തലൻ ഓർപ്പിക്കുന്നത്. നിങ്ങൾ മക്കളാകൊണ്ട്, നിങ്ങൾ മക്കളായി തീർന്നു കഴിയുമ്പോൾ, ഇംഗ്ലീഷിൽ പ്രകാരം വായിക്കും, ആസ് വി ആർ ഹിസ് സൺസ് ഗോഡ് ഹാസ് സെൻഡ് ദ സ്പിരിറ്റ് ഓഫ് ഹിസ് സൺ. യേശുക്രിസ്തുവിൽ ഉണ്ടായിരുന്ന പരിശുദ്ധാത്മാവിനെ ദൈവം, നാം ദൈവമക്കളായി മാനസാന്തരപ്പെട്ട് കഴിയുമ്പോൾ ആ പരിശുദ്ധാത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് പകർന്നു തരുന്നു. സോ വി ക്യാൻ റൈറ്റ്ലി സ്പീക്ക് ടു ഗോഡ് ആസ് ഫാദർ. ആ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് പകർന്നു കഴിയുമ്പോഴാണ് നമുക്ക് ദൈവത്തെ ഒരധികാരത്തോടുകൂടെ അപ്പ എന്ന് വിളിക്കാൻ സാധിക്കുന്നത്. നമ്മുടെ കർണിയുള്ള കർത്താവ് എപ്പോഴും അപ്പ 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 എന്ന് വിളിച്ചാണ് നടന്നത്. ശരണം വിളിക്കുന്നത് പോലെ വിളിച്ചുകൊണ്ട് നടന്നു എന്നാണ് യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായമൊക്കെ വായിച്ചാൽ കാണാം. അവൻ എന്നോട് കൽപ്പിക്കുന്നത് മാത്രമേ ഞാൻ സംസാരിക്കുകയുള്ളൂ. അബ്ബാ പിതാവേ. അവൻ എപ്പോഴും ശരണം വിളിക്കുക നമ്മൾ കേട്ടിട്ടില്ലേ? എന്ന് പറഞ്ഞ പോലെ യേശു എപ്പോഴും ശരണം വിളിക്കുന്ന പോലെ വിളിച്ചുകൊണ്ടിരുന്നൊരു വാക്കാണ് അബ്ബാ പിതാവേ, അബ്ബാ പിതാവേ. അവൻ കൽപ്പിച്ചത് മാത്രമേ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ. അവൻ തന്ന വചനമല്ലാതെ മറ്റൊരു വാക്കും ഞാൻ പറഞ്ഞിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമുക്കങ്ങനെ എപ്പോഴും യേശുവിനെ അപ്പ 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 എന്ന് വിളിക്കാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയത്തിൽ ഒരു വളർച്ചയുടെ അനുഭവമുണ്ട്. അങ്ങനെ നമ്മൾ വളർന്നു വരും. ഏത് കാര്യത്തിനും യേശുവിനെ അപ്പാ എന്ന് വിളിച്ചുകൊണ്ട്, അവനോട് പറഞ്ഞിട്ട്, അവനോട് ആലോചന ചോദിച്ചിട്ട്, അവൻ്റെ ഹിതമറിഞ്ഞിട്ട് മാത്രം ഓരോ കാര്യങ്ങൾ ചെയ്യുകയും പറയുകയും ചെയ്യുന്ന ഒരനുഭവത്തിലേക്ക് നാം വളർന്നു വരും. അപ്പോഴാണ് നാം മക്കളായി തീർന്ന ഒരു വളർച്ച. ഒരു ശിശു, നമ്മുടെ വീട്ടിലൊരു കുഞ്ഞുണ്ടായാൽ ആദ്യം അമ്മ എന്ന് വിളിക്കും, പിന്നെ അപ്പ എന്ന് വിളിക്കും. അതൊരു കൗതുകമാണ്. പഠിപ്പിക്കും നമ്മളങ്ങനെ. അപ്പ എന്ന് വിളിക്കാൻ പഠിപ്പിക്കും, അമ്മ എന്ന് വിളിക്കാൻ പഠിപ്പിക്കും. കുഞ്ഞത് വിളിക്കുകയും ചെയ്യും. വിളിക്കും, അപ്പ അമ്മ എന്ന് വിളിക്കും. പക്ഷേ ഈ കുഞ്ഞ് അന്നേരം വിളിക്കുന്നത് അപ്പ അമ്മ എന്ന് പറഞ്ഞു കൊടുത്തത് വിളിക്കുന്നു എന്നുള്ളതല്ലാതെ അത് സ്വന്തമായി അത് വളർന്നു കഴിയുമ്പോഴാണ് അതിന് മനസ്സിലാകുന്നത്, ഞാൻ ഒരാളെ അപ്പ എന്ന് വിളിക്കുന്നു, ആ അപ്പനിൽ നിന്ന് എനിക്ക് ചില അവകാശങ്ങൾ കിട്ടും. അതുപോലെ തന്നെ അപ്പനോട് എനിക്ക് ചില റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, ചില റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. കുഞ്ഞ് ആദ്യം അപ്പ അപ്പ എന്ന് വിളിക്കുമ്പോൾ അത് വെറുതെ വിളിക്കുന്നതാണ്.
അന്നേരം അതിനറിയാൻ മേല. ഈ അപ്പനിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും അവകാശം കിട്ടുമെന്ന് പറഞ്ഞാൽ അതിന് മനസ്സിലാവുമോ? ഇല്ല. എന്ന് പറഞ്ഞ പോലെ നമ്മൾ ദൈവത്തെ അപ്പ, സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ എന്നെല്ലാം വിളിക്കുമ്പോൾ നമ്മുടെ ആ വളർച്ചയില്ലാത്ത പ്രായത്ത്, മനസ്സാന്തരത്തിൻ്റെ അനുഭവത്തിൽ വളരാത്ത പ്രായത്ത് നമ്മൾ വിളിക്കുമ്പോൾ നമ്മൾ അറിയുന്നില്ല ഈ അപ്പനിൽ നിന്ന് ചില അവകാശങ്ങളൊക്കെ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ചില ഉത്തരവാദിത്തങ്ങൾ എനിക്ക് അങ്ങോട്ടുമുണ്ട്, റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. അപ്പോൾ ഈ കുഞ്ഞ് വളർന്നു വന്ന് കഴിയുമ്പോഴാണ് അതിൻ്റെ റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റി മനസ്സിലാകുന്നത്. അപ്പനിൽ നിന്ന് എനിക്കൊരു അവകാശം കിട്ടും. നമുക്കറിയാം അവകാശം. ഒരു സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞ് കോളേജിൽ പഠിക്കുന്നു, വൈകുന്നേരം വരുമ്പോൾ അപ്പനോട് പറയും, അപ്പ നാളെ എനിക്ക് 200 രൂപ അല്ലെങ്കിൽ 300 രൂപ അല്ലെങ്കിൽ 1000 രൂപ ഫീസ് വേണം. ആ കുട്ടിയുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു. ഫീസ് വേണമെന്ന് അപ്പനോട് പറഞ്ഞു. പിന്നെ നാളെ നേരം വിളിക്കുമ്പോൾ അവൻ കൈ നീട്ടുകയുള്ളൂ, അല്ലെങ്കിൽ അവൾ കൈ നീട്ടുകയുള്ളൂ. പിന്നെ ഇത് എവിടെ നിന്നാ വന്നേന്നോ എങ്ങനെയാണ് ഉണ്ടാവണേന്നോ ഇതൊന്നും ആ കുഞ്ഞിൻ്റെ വിഷയമല്ല. അത് അപ്പനെ അറിയിച്ചു, അപ്പനോട് പറഞ്ഞു, പിന്നെ അപ്പൻ തരും. അതാണ് ഉത്തരവാദിത്തം. അല്ലെങ്കിൽ ഉടുപ്പ് കീറിപ്പോയി, അപ്പനോട് ഉടുപ്പ് കീറിപ്പോയി, ആ കാര്യം പറഞ്ഞു, ആ ഉത്തരവാദിത്തം കഴിഞ്ഞു. ദൈവമക്കളെ, ഇതുപോലെ സ്വർഗത്തിലെ അപ്പനോടും ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു, ഇനി എനിക്ക് സമയത്ത് തരിക എന്നുള്ള ഉത്തരവാദിത്തവനുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കണം. അങ്ങനെ ഒരു ഉടുപ്പ് കയറിയതോ ഒരു ഫീസിൻ്റെ കാര്യം മാത്രമല്ല, അപ്പനിൽ നിന്ന് എനിക്ക് ചില അവകാശങ്ങളുണ്ട്. ദൈവത്തിൽ നിന്ന് എനിക്ക് എന്താണ് കിട്ടേണ്ടത്, എന്താണ് എനിക്ക് കിട്ടുന്നത്, ഞാൻ എന്താണ്, എൻ്റെ ഉത്തരവാദിത്തം എന്താണ്, ഇത് മനസ്സിലാക്കുന്നതിനാണ് ഒരു ആത്മീയ വളർച്ചയെന്ന് പറയുന്നത്. അതായത് റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. ദൈവത്തിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടും, ഞാൻ ദൈവത്തിന് എന്ത് കൊടുക്കണം. അപ്പ അമ്മ എന്നൊക്കെ വിളിക്കുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ കാണും. വിളിച്ചിരിക്കുമ്പോൾ കുഞ്ഞിന് വല്ലതും അറിയാവോ? വളർന്നു വരുമ്പോൾ ഈ അപ്പനിൽ നിന്ന് എനിക്ക് ചില അവകാശങ്ങളുണ്ട്, ഈ അപ്പൻ്റെ സ്വത്തിൽ എനിക്ക് ചില അവകാശങ്ങളൊക്കെ ഉണ്ട്, അതുപോലെ തന്നെ ഈ അപ്പനോട് എനിക്ക് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എപ്പോഴാണ് മനസ്സിലാകുന്നത്? ഈ കുഞ്ഞ് വളർന്നു വരുമ്പോഴേ മനസ്സിലാവുകയുള്ളൂ. അതുപോലെ തന്നെയാണ് ആത്മീയത്തിലുള്ള വളർച്ച. നാം ആത്മാവിൽ വളർന്നു കഴിയുമ്പോൾ മാത്രമേ എന്താണ് ദൈവത്തിൽ നിന്ന് എനിക്ക് ലഭിക്കുക, എന്താണ് അതുപോലെ തന്നെ എൻ്റെ ഉത്തരവാദിത്തം, ഇത് മനസ്സിലാക്കത്തക്കവണ്ണം നിങ്ങൾ വളർന്നു എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. സ്വപുത്രൻ്റെ അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രൻ്റെ ആത്മാവിനെ ദൈവം നിങ്ങൾക്ക് തന്നു, നിങ്ങൾ മക്കളായി തീർന്നു എന്ന് അറിയുന്നതപ്പോഴാണ്. ഒരു കുഞ്ഞിന് അറിവ് വരുന്നതപ്പോഴാണ്. ഞാൻ എൻ്റെ അപ്പനാണ് ഇത്, എൻ്റെ അമ്മയാണിത് എന്ന് അറിയുന്നതപ്പോഴാണ്. അത് വളർന്നു വരുമ്പോഴാണ്. അതുവരെ കണ്ടാലറിയും, അല്ലാതെ എൻ്റെ ഉത്തരവാദിത്തങ്ങളോ അവകാശങ്ങളോ മനസ്സിലാക്കിയുള്ള അറിവല്ല. അപ്പോൾ നമുക്കും ജീവനുള്ള ദൈവത്തെ എൻ്റെ അപ്പനാണ്, എന്നെ സഹായിക്കുന്നവനാണ്, എനിക്ക് തരുന്നവനാണ്, എന്നെ നോക്കുന്നവനാണ്, അവനെ അനുസരിക്കാൻ എനിക്ക് കടപ്പാടുണ്ട്, എനിക്ക് ഉത്തരവാദിത്തമുണ്ട് എന്ന് മനസ്സിലാക്കുന്ന തരത്തിൽ നമ്മൾ വളർന്നു വന്നു എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. അപ്പോഴാണ് നമുക്കിതെല്ലാം മനസ്സിലായിത്തരുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, അതുപോലെ തന്നെ ആ വളർച്ചയില്ലാത്ത പ്രായത്തിൽ നമ്മൾ ആത്മാവിലങ്ങ് വളർന്ന് ഇതെല്ലാം മനസ്സിലാക്കുന്നതിന് മുമ്പുള്ള പ്രായത്തിൽ നമുക്ക് ചില അറിവുകളൊക്കെ ഉണ്ട്. ചില അറിവുകൾ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ എലിമെൻ്ററി നോളജ് എന്ന് പറയും. എന്നുവെച്ചാൽ ചില ബേസിക്കായിട്ടുള്ള അറിവുകളൊക്കെ ഉണ്ട്. സയൻസിലാണെങ്കിൽ നമുക്കറിയാം, ഗ്രാവിറ്റി നമുക്കറിയാം, തീയിൽ തൊട്ടാൽ പൊള്ളും എന്ന് നമുക്കറിയാം. അതൊക്കെ ഒരു എലിമെൻ്ററി നോളജാണ്. അതുപോലെ തന്നെ നാം വേദപുസ്തകത്തിൽ വായിച്ചാൽ നമുക്കറിയാം, മനുഷ്യൻ വിതച്ചാൽ അത് കൊയ്യും, വിതച്ചാൽ അത് കൊയ്യും, പാപം ചെയ്താൽ അതിന് ശിക്ഷയുണ്ട്. അതൊക്കെ ഒരു എലിമെൻ്ററി നോളജാണ്. അത് പിന്നെ വളർന്നു വരുന്ന നോളജാണ്. വേറൊരു നോളജിനെ കുറിച്ച് ഇംഗ്ലീഷിൽ പറയും റെഡിമെൻ്ററി നോളജ് എന്ന് പറഞ്ഞാൽ വളർച്ചയില്ലാത്ത ഒരറിവ്. എന്നുവെച്ചാൽ ഒരു വളർച്ചയില്ലാത്തൊരറിവ്, ഒരറിവുണ്ട്, പക്ഷേ അതിന് വളർച്ചയൊന്നുമില്ല. അതൊരു ആ കൂട്ടത്തിൽ പെടുന്നതാണ് ജാതകം, ഗ്രഹനില, അല്ലെങ്കിൽ കൈനോട്ടം, അല്ലെങ്കിൽ അതുപോലെയുള്ള നക്ഷത്ര വാരഫലം. ആ കൂട്ടത്തിലെല്ലാം പെട്ടതാണ് പല അന്ധവിശ്വാസങ്ങൾ. അത് വെറും വളർച്ചയില്ലാത്തൊരറിവാണ്. വസ്തുത ഒരറിവ്, അതിന് വളർച്ചയില്ല.
അപ്പോസ്തലൻ ഇത് അവിടെ പറയാൻ കാര്യം, ഗലാത്യർ യഹൂദന്മാരോ ക്രിസ്ത്യാനികളോ ഒന്നും ആയിരുന്നില്ലല്ലോ. അവർ മറ്റ് ജാതികളിൽ നിന്ന് ക്രിസ്ത്യാനികളായി തീർന്നവരാണ്. അവർ നക്ഷത്രത്തെയൊക്കെ വിശ്വസിച്ച്, ജാതകത്തെയൊക്കെ വിശ്വസിച്ച്, അത് ജനിച്ച നക്ഷത്രത്തെയൊക്കെ വിശ്വസിച്ചിരുന്ന ആളുകളാണ്. അങ്ങനെയാണ് അവർ മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിലേക്ക് വന്നത്. അപ്പോസ്തലൻ പറയുകയാണ്, അങ്ങനെയുള്ള ആളുകൾക്ക്, അവർക്ക് ഈ ജാതകത്തെയൊക്കെ മനുഷ്യന് പേടിയാ ജാതകത്തെയൊക്കെ. ഇന്ന ദിവസം ഇന്ന നക്ഷത്രത്തിൽ ഇന്ന സമയത്ത് ജനിച്ചുപോയി, അതുകൊണ്ട് ഇന്നിന്നതൊക്കെ ആ വ്യക്തി അനുഭവിക്കണം, ഇന്നിന്ന കഷ്ടങ്ങൾ വരും, ഇന്നിന്ന നഷ്ടങ്ങൾ വരും, ഇന്നിന്ന ചില ഗുണങ്ങളൊക്കെ കിട്ടും. ഇതാണല്ലോ ജാതകം എന്ന് പറയുന്നത്. ഇന്ന ദിവസം ഇന്ന നക്ഷത്രത്തിൽ ജനിച്ചുപോയി. ദൈവമക്കളെ, ജാതകമൊക്കെ വാസ്തവത്തിൽ പൗലോസപ്പോസ്തലൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു വലിയ നിഷ്ഠൂരൻ്റെ കസ്റ്റഡിയിൽ പെട്ടുപോലെയാണ് വാസ്തവത്തിൽ. ഇനി എന്ത് ചെയ്യും? ആ ദിവസം ജനിച്ചുപോയി, ആ നക്ഷത്രത്തിൽ ജനിച്ചുപോയി, ആ സമയത്ത് ജനിച്ചുപോയി, ജാതകത്തിൽ എന്നെ പോലെയൊക്കെ എഴുതി വച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുക? ഇനി അതിൽ നിന്ന് പുറത്തു കിടക്കാൻ എന്താ ചെയ്യുക? ആ കഷ്ടകാലം ഒഴിവാക്കാൻ എന്താ ചെയ്യുക? ആ അത്യാഹിതം ഒഴിവാക്കാൻ എന്താ ചെയ്യുക? മനുഷ്യനറിയാമല്ല. ജാതകത്തിൻ്റെ കീഴിൽ അങ്ങ് അമർന്നു കിടക്കുക. കാരണം ജാതകത്തിൽ ഇങ്ങനെ എഴുതി വച്ചിരിക്കുക, അല്ലെങ്കിൽ ഗ്രഹനില ഇങ്ങനെയാണ്, അതുകൊണ്ട് ഇങ്ങനെയാണ്, അതിങ്ങനെയേ സംഭവിക്കുള്ളൂ. മനുഷ്യന് അതിൻ്റെ എല്ലാം, അതാണ് റിഡിമെൻ്ററി നോളജ്. ഒരു നോളജ് ഉണ്ട്, പക്ഷേ ശരിയായ അറിവുമല്ല, അതിൽ പിന്നെ ഒരു ആത്മീയ വളർച്ചയുമില്ല. അതിൻ്റെ അടിമത്തത്തിൽ മനുഷ്യൻ കിടക്കുകയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, അതിൽ നിന്ന് മനുഷ്യൻ എങ്ങനെ പുറത്തു കിടക്കാൻ പറ്റും? അതിൽ നിന്ന് എങ്ങനെയാണ് പുറത്ത് കിടക്കുക? അപ്പോസ്തലൻ അതാണ് അവരെ ഗലാത്യ സഭയിൽ ക്രിസ്ത്യാനികളായി തീർന്നവരെ പഠിപ്പിക്കുക. നിങ്ങളുടെ ആ അന്ധവിശ്വാസത്തിൽ നിന്ന്, ജാതകം എന്ന അന്ധവിശ്വാസം, നക്ഷത്രം എന്ന അന്ധവിശ്വാസം, അതിൽ നിന്ന് അന്ധവിശ്വാസത്തിൽ നിന്ന് എങ്ങനെ പുറത്തു കിടക്കാൻ പറ്റും? പ്രസം പറയുകയാണ്, അതിന് പുറത്തു കിടക്കണമെങ്കിൽ നിങ്ങൾ വളരണം. നിങ്ങൾ അബ്ബാ പിതാവേ എന്ന് വിളിക്കത്തക്കവണ്ണം ഞാൻ സ്വർഗത്തിലെ അപ്പൻ്റെ മകനാണ് എന്നുള്ളതായ ആ നിശ്ചയം നിങ്ങളുടെ ഉള്ളിൽ വരണം. അപ്പോൾ മാത്രമേ നിങ്ങൾക്കതിനെ കടക്കാൻ പറ്റുകയുള്ളൂ. നമ്മുടെ കൂട്ടായ്മ പലരും രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ജാതകമൊക്കെ കത്തിച്ച് കളഞ്ഞ ആളുകളുണ്ട്. കാരണം അവർക്ക് മനസ്സിലായി, ഇനി ആ ജാതകത്തിൽ എഴുതി വച്ചേക്കണതൊന്നും അവരുടെ ജീവിതത്തിൽ ബാധകമല്ല. അവരുടെ ജീവിതത്തിൽ ഇനി ബാധകമല്ല. കാരണം അത് അവരുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന ഒരു കാര്യം. അതിനി വിലയില്ല. കാരണം ഇപ്പോൾ അവർ സ്വർഗത്തിലെ അപ്പൻ്റെ മകനാണ്, ഇനി അപ്പനാണ്, സ്വർഗത്തിലെ അപ്പനാണ് അതിൻ്റെ കാര്യം നോക്കുന്നത്. അവർ ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്. ഇനി അവരുടെ ജാതകമോ കൈരേഖയോ അവരുടെ നക്ഷത്രഫലമോ വാരഫലമോ ഇതൊന്നും അവർക്ക് ബാധകമല്ല. ദൈവമക്കളെ, എത്രയോ പേരാണ് എൻ്റെ ജാതകത്തിൽ ഇങ്ങനെയാണ്, നക്ഷത്രത്തിൽ ഇങ്ങനെയാണ്, അതുകൊണ്ട് കല്യാണം നടക്കില്ല, അതുകൊണ്ട് അങ്ങനെ നടക്കും, ആയുസ്സുണ്ടാവില്ല, ഇന്ന പ്രായത്തിൽ മരിച്ചു പോകും. ഇതൊക്കെ കേട്ട് ഒരു ഭീകരൻ്റെ അടിമത്തത്തിൽ എന്ന പോലെ മനുഷ്യൻ കഴിയുകയാണ്. അതാണ് ഒരു ഭയത്തിൻ്റെ അടിമത്തത്തിൽ കഴിയുകയാണ്. ഇതൊക്കെ മനുഷ്യനെ പേടിപ്പിക്കുന്ന ദുഷ്ടശക്തികളാണ്. ഇതൊക്കെ പൈശാചിക ശക്തികളാണ്, മനുഷ്യനെ ഭീതിപ്പെടുത്തുന്ന പൈശാചിക ശക്തികളാണ്. അതിൽ നിന്നെല്ലാം മനുഷ്യന് പുറത്ത് കിടക്കാനുള്ള ഏക വഴിയെന്ന് പറയുന്നത് യേശു എൻ്റെ അപ്പനാണെന്ന് പറയാൻ തക്കവണ്ണം വളർച്ചയാണ്. ഇനി ഞാൻ യേശു എൻ്റെ അപ്പനാണ്, എനിക്ക് അവൻ ചില അവകാശങ്ങളൊക്കെ തരും, എനിക്ക് അവനോടാണ് ഉത്തരവാദിത്വമുള്ളത്. ജാതകമൊന്നും എന്നെ യേശുവല്ല. ആഭിചാരം യാക്കോബിന് ഫലിക്കുകയില്ല, ലക്ഷണവിദ്യ ഇസ്രായേലിന് ഏൽക്കുകയില്ല എന്നെല്ലാം നാം പഠിച്ചിട്ടില്ലേ? ദൈവമക്കളെ, അതിനെയൊക്കെ അതിജീവിക്കാൻ കഴിയണമെങ്കിൽ നാം ക്രിസ്തുവിൽ വിശ്വസിക്കാൻ വരണം. നാം കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ആ വിശ്വാസത്തിലേക്ക് കടന്നു വരേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു വളർച്ചയില്ലാത്ത ഒരു അറിവുണ്ട്. നമ്മുടെ വളർച്ചയെത്താത്ത പ്രായത്തിൽ സംഭവിക്കുന്ന ചില പാപങ്ങളുണ്ട്. വളർച്ച എത്തിയിട്ടില്ല, തിരിച്ചറിവായിട്ടില്ല. അതിന് മുമ്പ് ചില പാപങ്ങൾ നമ്മൾ അറിഞ്ഞുകൂടെ അങ്ങോട്ട് ചെയ്യുന്നതല്ല, ഇങ്ങോട്ട് വന്നു കയറുന്നു. ചില പാപങ്ങൾ പെട്ടുപോകുന്നു. അതിൻ്റെ ഭാരം ചുമക്കുന്നവരുണ്ട്. വലുതാകുമ്പോഴും എന്ത് ചെയ്യും? അയ്യോ, അതെനിക്ക് ദോഷം ചെയ്യുമോ, അതെന്നെ നശിപ്പിച്ച് കളയുമോ, അതെന്നെ ഇല്ലാതാക്കി കളയുമോ, ആ ഭാരത്തിൽ കഴിയുന്ന ആളുകളുണ്ട്. ദൈവമക്കളെ, അതിൽ നിന്നെല്ലാം പുറത്തു കിടക്കാനുള്ള ഏക വഴി ദൈവത്തിൻ്റെ മകനായി തീരുക, യേശുക്രിസ്തുവിൻ്റെ മകനായി തീരുക, യേശുവിനെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിക്കുക. അതുപോലെ തന്നെ അബദ്ധത്തിൽ വരുന്ന ചില സംഭവങ്ങളുണ്ട്. അബദ്ധത്തിൽ ചില
പാളിച്ചകൾ. അത് അവനവന് തന്നെ പറ്റും, ചിലപ്പോൾ വേറൊരാൾക്ക് പറ്റും. ഒരു വണ്ടി ഓടിക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ ഒരപകടത്തിൽപ്പെട്ടു. അതിൻ്റെ പേരിൽ സ്വന്തം ജീവിതത്തിലങ്ങ് നരകിച്ച് ഇനി എന്ത് ചെയ്യും വിഷമിക്കുന്ന ആളുകളുണ്ട്. ദൈവങ്ങളെ, അത് വാസ്തവത്തിൽ അത് എന്ത് ചെയ്യുക, അതിൽ നിന്നും വാസ്തവത്തിൽ പുറത്തു കിടക്കാൻ കഴിയില്ലാത്തതായ ആളുകളുണ്ട്. അതുപോലെ തന്നെ ഒരിക്കൽ പാപം ചെയ്തു, ആ പാപം ഏറ്റുപറഞ്ഞു, കർത്താവ് ക്ഷമിച്ചു കൊടുത്തു എന്ന് അവർക്ക് തന്നെ ഉറപ്പും കൊടുത്തു. പക്ഷേ അവർക്കത് വിശ്വാസമില്ല. കാരണം പാപമുണ്ട്, ആ പാപം ക്ഷമിച്ചിട്ടില്ല. അതൊക്കെ വാസ്തവത്തിൽ ഒരു അജ്ഞതയാണ് വാസ്തവത്തിൽ. അത് അറിവല്ല, അത് ആത്മീയ അറിവൊന്നുമല്ല. ഞാൻ പണ്ട് പാപം ചെയ്തു, അത് ഏറ്റുപറഞ്ഞു, പക്ഷേ ഇപ്പോഴും എനിക്ക് ആ പാപം ഉണ്ട് എന്ന് ചിന്തിക്കുന്നത് അത് വാസ്തവത്തിൽ ആത്മീയമായ അറിവല്ല. യേശുക്രിസ്തുവിൻ്റെ രക്തത്തിലുള്ളതായ ആ വിശ്വാസം വരാത്തത് കൊണ്ടാണ്. വളരെ പ്രായമായ ആളുകൾ അവരുടെ സുബോധമൊക്കെ നഷ്ടപ്പെട്ട കാലത്ത് അവർ എന്തെല്ലാം പറയണത്, എന്തെല്ലാം പറഞ്ഞു കൂട്ടണത്, അസഭ്യം പറയും, അവർ ഇല്ലാത്തത് പറയും, അവർ വേണ്ടാതീനം പറയും. അയ്യോ, ഇതൊക്കെ അവർ പറഞ്ഞു പോയല്ലോ, ഇതൊക്കെ അവരുടെ വായിൽ നിന്ന് വന്നല്ലോ, ഇനി എന്താ ചെയ്യുക, അതിൽ വിഷമിക്കുന്ന ആളുകളുണ്ട്. ദൈവമക്കളെ, അതെല്ലാം വാസ്തവത്തിൽ അത് യഥാർത്ഥത്തിലുള്ളതായ ആ അറിവിലേക്ക് നാം വരാത്തത് കൊണ്ടാണ്. യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ നമ്മുടെ രക്ഷകനും കർത്താവുമായി നാം സ്വീകരിച്ചു കഴിയുമ്പോൾ നമുക്കിതിൽ നിന്നെല്ലാം പുറത്തു കിടക്കാൻ സാധിക്കും. സദൃശവാക്യം 28:17 രക്തപാതകഭാരം ചുമക്കുന്നവൻ കുഴിയിലേക്ക് ബദ്ധപ്പെടും, അവനെ ആരും തടുക്കരുത്. രക്തപാതക ഭാരം ചുമക്കുന്നവൻ എന്ന് പറഞ്ഞാൽ അകൃത്യം ചുമക്കുന്നവൻ്റെ വഴി വളഞ്ഞിരിക്കും. അത് ഒരു സ്ഥലത്ത് പറയുന്നു. രക്തപാതക ഭാരം എന്ന് വെച്ചാൽ എനിക്കെന്തോ ഒരു പാപം പറ്റിയിട്ടുണ്ട്, എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് പാപം പറ്റിയിട്ടുണ്ട്, ഞാൻ പാപം ചെയ്തിട്ടുണ്ട്, അത് കർത്താവ് ക്ഷമിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഏത് പാപമായിട്ടെ വലിയൊരു അക്രമം ചെയ്തിട്ടുണ്ട്. ആ രക്തപാതക ഭാരം എന്ന് വെച്ചാൽ കുറ്റമുള്ള ഒരു മനസാക്ഷിയോടുകൂടെ ജീവിക്കുന്ന വലിയൊരു കൂട്ടം ആളുകളുണ്ട്. കേടുവന്നൊരു മനസാക്ഷി, കുറ്റബോധമുള്ളൊരു മനസാക്ഷി. അങ്ങനെയുള്ളവർക്ക് കുടുംബജീവിതം പോലും അസാധ്യമാണ്. സന്തോഷമുള്ളൊരു കുടുംബജീവിതം പോലും അസാധ്യമാണ്. അവർക്ക് ദൈവവേല അസാധ്യമാണ്. കാരണം അവർക്ക് കുറ്റബോധമുള്ളൊരു മനസാക്ഷിയാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലൻ എബ്രായ ലേഖനത്തിൽ എഴുതുന്നത്, ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം നിങ്ങളുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കുമെന്ന്. ക്രിസ്തുവിൻ്റെ രക്തത്താൽ ആ മനസാക്ഷി കഴുകപ്പെടണം. അതുവരെയും ഈ കുറ്റബോധത്തിൻ്റെ കീഴിൽ മനുഷ്യൻ അമർന്നു കിടക്കുകയാണ്. അവരെ രക്ഷിക്കാൻ മനുഷ്യനെ കൊണ്ട് സാധിക്കില്ല, അവരെ രക്ഷിക്കാൻ പറ്റില്ല. കാരണം അവർ അറിവില്ലായ്മയുടേതായ അജ്ഞതയുടേതായ ഒരു മനസാക്ഷിയുടെ വേദനയെ കഴിയുകയാണ്. അതുകൊണ്ടാണ് കർത്താവായ യേശു പറഞ്ഞ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറയുന്നത് ആ ഭാരമാണ്. മനുഷ്യർക്ക് സഹായിക്കാൻ പറ്റില്ല. മനസാക്ഷിയുടെ കുറ്റബോധം ചുമക്കുന്നവർ, ദൈവമക്കളെ, ഈ വചനം കേൾക്കുന്നവരുണ്ടാവും, അത്തരത്തിലുണ്ടാവും. എല്ലാം ക്രിസ്തു എനിക്ക് കഴിയത്തുന്നു. കർത്താവായ യേശുവിനോട് ഞാനെല്ലാം തുറന്നു പറഞ്ഞു. അവൻ്റെ മുമ്പിൽ ഞാൻ എൻ്റെ ജീവിതം ഏൽപ്പിച്ചു കൊടുത്തു. ഞാൻ അറിഞ്ഞുകൊണ്ടൊരു പാപം ചെയ്യില്ല തീരുമാനിച്ച് ഉറച്ച് ജീവിക്കുകയാണ്. എന്നെങ്കിലും ഞാൻ ക്രിസ്തുവിൽ മാത്രം ശരണപ്പെടുന്നു. ശരണത്താലേ നിൻ കൃപയിൽ മരണമടഞ്ഞു. എന്താ കൃപ? ശരണത്താലേ നിൻ കൃപയിൽ മരണമടഞ്ഞു നാം പാടുന്നു. എന്താ കൃപ? കൃപയെന്താ? ക്രിസ്തു എൻ്റെ പാപം കഴുകി എന്നുള്ളതാണ് എൻ്റെ ശരണം. കർത്താവായ യേശു ക്രിസ്തു എൻ്റെ പാപം കഴുകി, എൻ്റെ പാപം കഴുകി, അതാണ് എൻ്റെ ശരണം. എൻ്റെ ഗതി, എൻ്റെ ശരണം അത് മാത്രമാണ്. ക്രിസ്തു എന്നെ കഴുകി. ആ ഉറപ്പാണ് നമുക്ക് കിട്ടേണ്ടത്. ദൈവമക്കളെ, ദൈവനാമത്തിൽപ്പെടുമാറാകട്ടെ. നമുക്ക് ആ ഉറപ്പിലേക്ക് കടന്നു വരണം, നിങ്ങൾ ഓരോരുത്തരും. അതാണ് അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങൾ അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സുപുത്രൻ്റെ ആത്മാവിന ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ അയച്ചു തന്നു. ഇനി ദാസന്മാരല്ല മക്കളത്രേ, ഞാൻ മകനായി തീർന്നു എന്നുള്ള പദവി. അതിൻ്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 4-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. അവകാശി സർവത്തിനും യജമാനനെങ്കിലും
ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലൻ പറയുകയാണ്, അനേകരും രക്ഷിക്കപ്പെട്ടു എന്നുള്ളത് ശരിയാണ്. പക്ഷേ അനേകരും ഒരു വിശ്വാസിക്ക് ലഭിക്കേണ്ടതായ ആ സമാധാനം, ആ സ്വസ്ഥത, ആ പ്രത്യാശ, ആ ധൈര്യം, ആ വീണ്ടെടുപ്പ് അത് അനുഭവിക്കുന്നില്ല. അനേകരും രക്ഷിക്കപ്പെട്ടു, കൂട്ടായ്മയിൽ വരുന്നുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും അനേകരും ആ അവകാശിയാണ്. ഞാൻ അങ്ങ് വളർച്ചയിൽ എത്തി, ക്രിസ്തുവുമായിട്ട്, കർത്താവായ യേശു ഞാനുമായ ബന്ധത്തിൽ വളർന്നു, ഞാൻ ഇന്ന് ഒരു അവകാശിയാണ്, സ്വർഗാവകാശിയാണ്, ഞാൻ രക്ഷയുടെ അവകാശിയാണ്, ഞാൻ നിത്യജീവൻ്റെ അവകാശിയാണ്, ഞാൻ ദൈവരാജ്യത്തിൻ്റെ അവകാശിയാണ്, ക്രിസ്തുവിൻ്റെ രക്തത്താൽ ഞാൻ അവകാശിയാണ് എന്നുള്ളതായ ആ ധൈര്യം, വീണ്ടെടുപ്പിൻ്റെ ആ ധൈര്യം അനേകർക്കും അനുഭവിക്കാൻ സാധിക്കുന്നില്ല. നല്ല മനുഷ്യരാണ്, അറിഞ്ഞുകൊണ്ടൊരു തെറ്റും ചെയ്യുന്നവരല്ല, ഒരു വേണ്ടാധീനവും ചെയ്യുന്നില്ല, പരസ്യമായിട്ട് ഒരു പാപവും ചെയ്യുന്നവരല്ല. പക്ഷേ അനേകരും ആ അനുഗ്രഹം പ്രാപിക്കുന്നില്ല. എന്നുവെച്ചാൽ ആ പ്രാഗൽഭ്യം, രക്ഷയുടെ പ്രാഗൽഭ്യം, രക്ഷിക്കപ്പെട്ടതിൻ്റെ പ്രാഗൽഭ്യം. പൗലോസ് അപ്പോസ്തലനൊക്കെ പറയുന്നത് പോലെ, ഞാൻ അരിഷ്ടപാപി, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. ഒരു സമയത്ത് പൗലോസ് പറയും, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ആഗ്രഹിക്കുന്ന നന്മയല്ല, ഞാൻ ആഗ്രഹിക്കാത്ത തിന്മ ചെയ്തു പോകുന്നു എന്ന മനുഷ്യൻ. ആ മനുഷ്യൻ തന്നെ പിന്നീട് പറയും, ഞാൻ ദൈവത്തിന് വിരുദ്ധമായി പൊങ്ങുന്ന സകല ചിന്തയെയും ഞാൻ പിടിച്ചടക്കി. അപ്പോൾ ആ വളർച്ച അതാണ്. ഒരു സമയത്ത് ഒന്നിലും ജയമില്ല, ഒരു പാപത്തിൻ്റെ മേൽ ജയമില്ല, എന്നാൽ പിന്നീട് പാപചിന്തകളുടെ മേൽ പോലും ജയം. ദൈവമക്കളെ, അതാണ് വാസ്തവത്തിൽ ആ അനുഭവത്തിലേക്ക് അനേകരും വരുന്നില്ലല്ലോ എന്നാണ് അപ്പോസ്തലൻ വേദനയോടെ പറയുന്നത്. നാം എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഈ കൂട്ടായ്മ നടത്തുന്നതിന് വേണ്ടിയാണ്. ഈ കൂട്ടായ്മ നടത്തുന്നത് ഇങ്ങനെയുള്ളതായ നല്ല മനുഷ്യരെ യഥാർത്ഥത്തിൽ ഉയർത്തിയെടുക്കുന്നതിന് വേണ്ടിയാണ്. കുറ്റബോധത്തിൽ തളർന്നു കിടക്കുന്നവർ, നിരാശയിൽ തകർന്നു കിടക്കുന്നവർ, കഴിഞ്ഞ കാലങ്ങളെ പറ്റിയ പാപത്തിൽ മുങ്ങിക്കിടക്കുന്നവർ, പാപത്തിന് മേൽ ജയം കിട്ടണം എങ്ങനെയാണെന്ന് അറിവില്ലാത്തവർ, മദ്യപാനം എങ്ങനെ മാറിക്കിട്ടുമെന്ന് അറിഞ്ഞുകൂടാ, കുടുംബകലഹം എങ്ങനെ മാറിക്കിട്ടുമെന്ന് അറിഞ്ഞുകൂടാ, എങ്ങനെ എനിക്കൊരു സമാധാനം കിട്ടുമെന്ന് അറിഞ്ഞുകൂടാ. ദൈവമക്കളെ, ചെറുപ്പത്തിൽ നമുക്ക് ധാരാളം സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ? ധാരാളം സ്വപ്നങ്ങളെ താലോലിച്ചവരാണ് നാമൊക്കെ. പക്ഷേ നാം പ്രായം മുമ്പോട്ട് പോകും തോറും നമ്മുടെ സ്വപ്നങ്ങൾ അങ്ങ് കൊഴിഞ്ഞു പോകും. ഇന്നിപ്പോൾ നമ്മുടെ കുറേ മുതിർന്ന പ്രായത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ പിന്നെ നമ്മുടെ സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് ചുരുങ്ങി. എന്താ വേണ്ടത്? ഒരു സമാധാനമുള്ള കുടുംബം, ഒരു സമാധാനമുള്ള മരണം. അവിടെ തീരുന്നു. ഒരു സമാധാനമുള്ള കുടുംബം, ഒരു സമാധാനമുള്ള മരണം, ക്രിസ്തുവിൻ്റെ കയ്യിലേക്കുള്ളതായ ഒരു മരണം. ദൈവമക്കളെ, ഏത് വാസ്തവത്തിൽ നമുക്കിതെങ്ങനെ സാധിക്കും? ഇത് സാധിക്കുമെന്നുള്ളതാണ് സത്യം. പക്ഷേ അനേകരും ആ വളർച്ച പ്രാപിക്കുന്നില്ല. ഇപ്പോഴും കോപം, ഇപ്പോഴും ആക്രോശം, ഇപ്പോഴും പിറുപിറുപ്പ്. അസുഖത്തിലൊരു മനസാന്തര അനുഭവത്തിൽ വന്നു കഴിഞ്ഞാൽ ഇത് മാറിക്കിട്ടുമെന്നുള്ള അറിവ് പോലുമില്ല അനേകർക്കും. യഥാർത്ഥത്തിൽ കർത്താവ് ഹൃദയത്തിൽ വന്ന് ഭരിച്ചു കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവത്തിന് മേൽ എനിക്ക് ജയം കിട്ടും എന്ന് അധികം പേർക്കും അറിഞ്ഞുകൂടാ. എൻ്റെ ഏത് ഹീന സ്വഭാവവും ഏത് മലിന സ്വഭാവവും മാറിക്കിട്ടുമെന്നുള്ള സത്യം അനേകർക്കും അറിഞ്ഞുകൂടാ. നിങ്ങൾ കൃപയ്ക്കത്രേ അധീനരാണ്. റോമാലേഖനം 6:14 വായിച്ചു നോക്കാം. റോമാലേഖനം 6:14. നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. ദൈവമക്കളെ, പാപം നിങ്ങളിൽ അധികാരം നടത്തുകയില്ല. അപ്പോസ്തലൻ ഉറപ്പിച്ചു പറയുകയാണ്, നിങ്ങൾ കൃപയ്ക്ക് അധീനരായാൽ, നിങ്ങൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്ന് ക്രിസ്തുവിനെ നിങ്ങളുടെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിച്ച് നിങ്ങളുടെ ജീവിതം അവന് കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന് നിങ്ങളെ തോൽപ്പിക്കുന്ന പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ല. എത്ര വ്യക്തമായിട്ടാണ് അപ്പോസ്തലൻ പറയുന്നത്. എന്തുകൊണ്ടാണ് നമ്മളിൽ ഇന്നും പാപം വാഴുന്നെങ്കിൽ ഇന്നും പിറുപിറുപ്പുണ്ടാകുന്നു? പിറുപിറുപ്പ്, ഇസ്രായേൽ മക്കൾ പിറുപിറുത്ത കാര്യം സംഖ്യാപുസ്തകത്തിൽ പറയുന്നുണ്ടല്ലോ. ഇസ്രായേൽ മക്കൾ 2 സന്ദർഭത്തിലാണ് പിറുപിറുത്തത്.
അത് കൊരിന്ത്യ ലേഖനത്തിൽ എടുത്ത് പറയുന്നുണ്ട്. 2 സന്ദർഭത്തിലാണ് പിറുപിറുത്തത്. ഒന്ന് ഹോരേബിൽ അവർക്ക് വെള്ളം കിട്ടാതെ വന്നു, അപ്പോൾ ഇസ്രായേൽ മക്കൾ പിറുപിറുത്തു. 2ാമത് കാദേശിൽ, എന്നുവെച്ചാൽ കനാൻ നാടിന് തൊട്ടടുത്ത് എത്തിയപ്പോൾ അവർ പിന്നെയും പിറുപിറുത്തു. കനാൻ നാട് ഒറ്റുനോക്കാൻ പോയ 12 പേരിൽ 2 പേർ വിശ്വാസികളായി തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ എന്താ ഉണ്ടായത്? സഭയിൽ പിറുപിറുപ്പുണ്ടായി. ദൈവം അന്ന് വരെ വിളിക്കാത്ത പേര് ഇസ്രായേൽ മക്കളെ വിളിച്ചു, ദുഷ്ടസഭ. മനസാന്തരപ്പെട്ട ആ കൂട്ടത്തെ ദൈവം ഒരിക്കലും ദുഷ്ടസഭയെന്ന് വിളിച്ചില്ല. പക്ഷേ അവർ പിന്നെ പിറുപിറുത്തപ്പോൾ, കാദേശിൽ പിറുപിറുത്തപ്പോൾ ദൈവം വിളിച്ചു ദുഷ്ടസഭ. നിങ്ങൾ കനാൻ നാട് കാണുകയില്ല എന്ന് പറഞ്ഞു. ദൈവമക്കളെ, പിറുപിറുപ്പ് അത്ര ഒരു വലിയ പാപമാണോ? അത് അത്ര വലിയ പാപമാണെന്ന് നമുക്ക് ബോധമുണ്ട്. വാസ്തവത്തിൽ നമ്മുടെയെല്ലാം കുടുംബങ്ങളിലില്ലേ, നമ്മുടെയെല്ലാം സ്വഭാവത്തിലില്ലേ പിറുപിറുപ്പ്? എത്ര പെട്ടെന്നാണ് പടർന്നു പിടിക്കുന്നത്. ദൈവം പറഞ്ഞു പിറുപിറുപ്പ്, ദുഷ്ടസഭ, ദുഷ്ടതയാണത്. ദുഷ്ട സ്ത്രീയാണ്, ദുഷ്ടനായ പുരുഷനാണ് പിറുപിറുക്കുന്നവൻ. ജീവിതത്തിൽ വരുന്ന സാഹചര്യങ്ങളിൽ പിറുപിറുപ്പുക എന്ന് പറയുന്നത് ദുഷ്ടതയാണ്. സംഖ്യാപുസ്തകം 34:35 വായിച്ച്, എൻ്റെ അകൽച്ച അറിയും, എൻ്റെ അകൽച്ച അറിയും. നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നത് നിങ്ങൾക്കറിയാൻ പറ്റും. ഭാര്യ ഭർത്താവും പിറുപിറുപ്പുണ്ടായാലും എന്താ സംഭവിക്കുന്നത്? പരസ്പരം അകലുന്നത് അവർക്ക് അറിയാൻ പറ്റും. പരസ്പരം അകന്നു പോകും, പിടിച്ചു നിർത്താൻ പറ്റില്ല. മാതാപിതാക്കൾ എവിടെ കുടുംബത്തിൽ പിറുപിറുപ്പുണ്ടോ അകന്നു പോകും, അകൽച്ച വരും, അത് പിടിച്ചു നിർത്താൻ പറ്റില്ല. ദൈവത്തോട് പിറുപിറുപ്പ് അകന്നു പോകും. ദൈവമക്കളെ, അത് പിടിച്ചു നിർത്താനായിട്ട് സാധിക്കുന്നില്ല. ഫലമെന്താണ്? കുടുംബം നശിക്കുന്നു. പിറുപിറുപ്പിൻ്റെ ഫലമായി കുടുംബം നശിക്കുന്നു, കൂട്ടായ്മ നശിക്കുന്നു, ആത്മീയ പ്രസ്ഥാനങ്ങൾ നശിക്കുന്നു. എവിടെയും പിറുപിറുപ്പ് എന്ന് പറയുന്ന ഒരു നിസ്സാര കാര്യം നാം കേൾക്കുമ്പോൾ ഒരു നിസ്സാര കാര്യം, പക്ഷേ അത് സകല സർഗശക്തിയും കെടുത്തിക്കളയും. ദൈവത്തിന് നമ്മുടെ പ്രാഗൽഭ്യം കെട്ടുപോകും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് സ്വഭാവമുണ്ടോ? നിങ്ങൾക്ക് ജയം കിട്ടും. നിങ്ങൾ കൃപയ്ക്കത്രേ അധീനരാകയാൽ പഴയ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ല. നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്ന ഇരിപ്പിൽ യേശുക്രിസ്തുവിനെ നിങ്ങളുടെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിക്കാൻ, യേശുവേ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ എന്നുള്ളതായ ഒരാത്മാർത്ഥമായ രക്ഷയുടെ അനുഭവത്തിലേക്ക് നിങ്ങൾ വന്നാൽ നിങ്ങളിൽ പാപം കർത്തൃത്വം നടത്തുകയില്ല. ഇന്ന് നിങ്ങൾ തോൽക്കുന്ന പാപത്തിൽ നാളെ നിങ്ങൾ തോക്കുകയില്ല. ഇന്ന് നിങ്ങൾ മദ്യപാനത്തിൽ തോക്കുന്നയാളായിരിക്കും, പിറുപിറുപ്പിൽ തോക്കുന്നയാളായിരിക്കും, കലഹത്തിൽ തോക്കുന്നയാളായിരിക്കും, കോപിച്ച് അലറുന്ന വ്യക്തിയായിരിക്കും. പക്ഷേ നാളെ നിങ്ങൾക്കത് ഉണ്ടാവില്ല. കാരണം നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ആ മാറ്റം സംഭവിക്കും. നിങ്ങളുടെ ആ ഹൃദയത്തിന് ആ മാറ്റം സംഭവിക്കും. കർത്താവ് നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും. കർത്താവ് നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ തരും. അങ്ങനെ കർത്താവ് തരുന്ന ആ പുതിയ ഹൃദയം ഉപയോഗിച്ച് നിങ്ങൾക്ക് ആ പഴയ സ്വഭാവം വരികയില്ല. ദൈവമക്കളെ, ഇതാണ് ജയജീവിത രഹസ്യം. നിങ്ങൾ കൃപയുടെ അധീനത്തിലേക്ക് വരികയാണ്. ശരണത്താലേതിന് കൃപ എന്ന് വെച്ചാൽ, കൃപ എന്ന് പറയുമ്പോൾ 2 അർത്ഥമാണ്. 1, കർത്താവിൻ്റെ പാപം ക്ഷമിച്ചു. 2, കർത്താവ് എനിക്ക് പാപത്തിൻ്റെ മേൽ ജയം തരുന്നു. ഒരു ക്രിസ്ത്യാനി ബേസിക്കായിട്ട് പഠിക്കേണ്ടത് എന്ത് കാര്യമാണ് പഠിക്കേണ്ടത്? ബേസിക്കായിട്ട് പഠിക്കേണ്ട വാക്യം എന്താ? ക്രിസ്ത്യാനികളായി നാം ബേസിക്കായിട്ട് പഠിക്കേണ്ട കാര്യം എന്താ? 1 കൊരിന്ത്യർ 2-ാം അധ്യായം 2-ാം വാക്യം, ക്രൂശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി. എൻ്റെ പാപത്തിന് വേണ്ടി ക്രൂശിക്കപ്പെട്ട ക്രിസ്തു, എൻ്റെ പാപത്തിന് വേണ്ടി ക്രിസ്തു ക്രൂശിക്കപ്പെട്ടിട്ടുണ്ട്. ആ ക്രിസ്തുവാണ് ഞാൻ വിശ്വസിക്കുന്നു. ആ ക്രിസ്തു എൻ്റെ ഹൃദയത്തിലുണ്ട്. ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു എന്ന് വെച്ചാൽ, ദൈവമക്കളെ, കർത്താവായ യേശു ക്രൂശിക്കപ്പെട്ടു. ക്രൂശീകരണത്തിൻ്റെ കാര്യമെല്ലാം സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പീലാത്തോസ് കൊല്ലാൻ ഏൽപ്പിച്ചു. പടയാളികൾ അവനെ ക്രൂശിക്കാൻ കൊണ്ടുപോയി. മഹാപുരോഹിതന്മാർ അതിൻ്റെ പുറകെ നടന്നു, അവനെ ക്രൂശിക്കുക എന്നാർത്തു. അതെല്ലാം ആ ക്രൂശീകരണത്തിൻ്റെ സമയത്ത് നടന്നതായ ചരിത്ര സംഭവങ്ങളാണ്. എന്നാൽ കർത്താവായ യേശു ക്രൂശിൽ കിടന്ന സമയത്ത് മറ്റൊരു ആത്മീയ സംഭവം നടന്നു. ഒരു ചരിത്ര സംഭവങ്ങളെല്ലാം അവിടെ നടന്നു, മറ്റൊരു ആത്മീയ സംഭവം നടന്നു. അതെന്താണ്? വാസ്തവത്തിൽ പാപമറിയാത്തവനെ അവൻ നമുക്ക് വേണ്ടി പാപമാക്കി.
2 Corinthians 5:21. പാപം അറിയാത്തവനെ പാപം അറിയാത്തവനായ യേശുക്രിസ്തുവിനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് നാം കഴുകപ്പെടേണ്ടതിന് വേണ്ടിയിട്ട് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി എന്ന് പറഞ്ഞാൽ ദൈവമക്കളെ, ക്രൂശീകരണം, കാൽവരിയിലെ ക്രൂശീകരണം നമുക്കെല്ലാവരും ഏകദേശ രൂപമുണ്ട്. എന്നാൽ ആ സമയത്ത് വേറൊരു അത്ഭുതം നടന്നു. പാപം അറിയാത്തവനായ യേശുവിൻ്റെ മേൽ എൻ്റെ അശുദ്ധിയും മദ്യപാനവും കോപവും ആക്രോശവും ഞാൻ ചെയ്ത സകല തിന്മയും പിതാവായ ദൈവം എൻ്റെ മേൽ നിന്നെടുത്ത് യേശുവിൻ്റെ മേലാക്കി. അങ്ങനെ ഞാൻ പാപത്തിൽ നിന്ന് നീതീകരിക്കപ്പെട്ടു. എൻ്റെ പാപം മാറിക്കിട്ടി. ദൈവത്തിന് സ്തോത്രം. ആ സംഭവമാണ് വാസ്തവത്തിൽ ആത്മീയമായ സംഭവം. ക്രൂശീകരണത്തിൻ്റെ ചരിത്ര സംഭവം നാം വായിക്കുന്നു. അതിനൊരു മറ്റൊരു ആത്മീയാർത്ഥം കൂടെയുണ്ട്. അതാണ് നമ്മുടെ രക്ഷയുടെ മർമ്മം. നമ്മുടെ പാപം യേശുവിൻ്റെ മേലായി. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും പാപം യേശുവിൻ്റെ മേലായി. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നു. നമ്മുടെ പാപം മാറിപ്പോയി. അതുകൊണ്ടാണ് നാം പാടിയത്, ലഭിക്കും നിശ്ചയം എൻ വിരോധനിക്ക് ശത്രുക്കൾ ആരുമേ കൊണ്ടുപോകയില്ല. പ്രാപിക്കും അന്നു ഞാൻ രാജൻ കയ്യിൽ നിന്നും ദൂതന്മാരുടെ മധ്യത്തിൽ. പ്രാപിക്കും അന്നു ഞാൻ രാജൻ കയ്യിൽ നിന്നും ദൂതന്മാരുടെ മധ്യത്തിൽ. എൻ ഭാഗ്യകാലം ഓർക്കുമ്പോൾ എന്നുള്ളം തുള്ളുന്നു. ഈ ലോകസുഖം തള്ളി ഞാൻ ആ ഭാഗ്യം കണ്ടപ്പോൾ. ലഭിക്കും നിശ്ചയം എൻ വിരോധനിക്കു ശത്രുക്കൾ ആരുമേ കൊണ്ടുപോകയില്ല. പ്രാപിക്കും അന്നു ഞാൻ രാജൻ കയ്യിൽ നിന്നും ദൂതന്മാരുടെ മധ്യത്തിൽ. ദൈവത്തിന് സ്തോത്രം. ദൈവമെടുത്ത് വിശ്വാസിയുടെ പാട്ടാണത്. വിശ്വാസികൾക്ക് മാത്രം പാടാൻ പറ്റുന്ന പാട്ടാണ്. പാട്ടറിയാവുന്നവർക്കൊക്കെ പാട്ട് പാടാം. പക്ഷേ വിശ്വാസമുള്ളവർക്ക് മാത്രമേ അത് ആത്മാവിൽ അനുഭവിച്ച് പാടാൻ പറ്റുകയുള്ളൂ. ഒരു പുരോഹിതൻ്റെ വീട് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ, സഖറിയ പുരോഹിതൻ്റെ വീട്. അവിടെ സഖറിയാവിൻ്റെ ഭാര്യ എലിസബത്തും കന്യമറിയാമും യേശുവിൻ്റെ അമ്മയായ കന്യമറിയാമും കൂടെ ദൈവമക്കളെ ഈ പാട്ട് പാടിയെന്ന് വിചാരിക്കുക. ഞാൻ സങ്കല്പിച്ചതാണ്. ഈ പാട്ട് പാടിയെന്ന് വിചാരിക്കുക. സഖറിയ പുരോഹിതൻ അവിടെ ഇരിപ്പുണ്ട്. അവന് പാടാൻ പറ്റുമോ? അവന് പാടാൻ പറ്റില്ല. അവന് അവിശ്വാസമുണ്ട്. അവിശ്വാസമുള്ളവർക്ക് പാടാൻ പറ്റില്ല. വിശ്വാസമുള്ളവർക്ക് കയ്യും മെയ്യും മറന്ന് പാടാം. അവർക്ക് കണ്ണടച്ച കൈ ഉറച്ചത്തിൽ കൊട്ടിപ്പാടാം. ദൈവത്തിന് സ്തോത്രം. വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൈയടിച്ച് പാടാം. നിങ്ങൾക്ക് ഉറപ്പായിട്ട് പാടാം. ശരണത്താലേ നിൻ കൃപയിലാണ് ഞാൻ മരണത്തിലേക്ക് നീങ്ങുന്നത്. ഞാൻ മുന്നോട്ട് പോവുകയാണ്. ഞാൻ നിൻ്റെ കൃപയിലാണ് മുന്നോട്ട് പോകുന്നത്. യേശുവിൻ്റെ പാപം ക്ഷമിച്ചു. യേശുവിൻ്റെ പാപം കഴുകി. യേശുവിൻ്റെ അന്യായം പുറത്തു. എൻ്റെ അറിവില്ലായ്മയുടെ കാലത്ത് പറ്റിയ പാപങ്ങൾ യേശു ക്ഷമിച്ചു തന്നു. ഞാൻ ആ മനസാക്ഷിക്കൊത്ത് അനുഭവിക്കുന്നില്ല. ഞാൻ എൻ്റെ മനസാക്ഷിയുടെ ആ കൊത്ത് ഉപേക്ഷിച്ച് കളയുന്നു. ഞാൻ ഇന്ന് വേറൊരു വ്യക്തിയാണ്. ഞാൻ രക്ഷിക്കപ്പെട്ടു. ദൈവത്തിൻ്റെ ആത്മാവിനായി ഞാൻ വീണ്ടെടുക്കപ്പെട്ടു. പരിശുദ്ധാത്മാവിൻ്റെ തീ എൻ്റെ മേൽ വന്നു. എൻ്റെ അറിവില്ലായ്മയുടെ കാലത്തെ പാപം കർത്താവ് എനിക്ക് മറന്നു കളഞ്ഞു തന്നു. അവൻ ക്ഷമിച്ചു തന്നു. ക്രിസ്തു കുരിശിൽ മരിച്ചപ്പോൾ എൻ്റെ ചുമട് യേശുവിൻ്റെ മേലായി. എൻ്റെ ഭാരം ചുമട് യേശുവിൻ്റെ മേലായി. അബദ്ധത്തിൽ എനിക്ക് വന്നത് മൂലം മറ്റുള്ളവർക്ക് വന്നത് അത് ഞാൻ അറിയാതെ സംഭവിച്ചു പോയതാണ്. അറിവില്ലായ്മയുടെ കാലങ്ങളിൽ ലക്ഷ്യമാക്കാത്ത യേശു ക്രിസ്തു എൻ്റെ അബദ്ധത്തിൽ വന്നു പോയതും എനിക്ക് ക്ഷമിച്ചു തന്നു. ഹല്ലേലൂയ. ദൈവമേ, നിന്റെ പാപം ക്ഷമിച്ചു എന്ന് പറഞ്ഞാൽ കുഞ്ഞെ ക്ഷമിച്ചതാണ്. ഇനി അതിനെക്കുറിച്ച് ഓർക്കല്ലേ. ഇനിയും അത് പറഞ്ഞ് കർത്താവിനെ കുത്തി മുറിവേൽപ്പിക്കല്ലേ. നിന്റെ പാപത്തിന് വേണ്ടി യേശുവിൻ്റെ രക്തം മതിയായതാണ്. അതിനപ്പുറമായിട്ടൊന്നും വരാനില്ല. ഹല്ലേലൂയ. നിനക്ക് സ്വർഗരാജ്യം മേടിച്ചു തന്നതാണ്, നീ നേടിയതല്ല. കർത്താവായ യേശു കുരിശിൽ മരിച്ചപ്പോൾ അവൻ നിനക്ക് മേടിച്ചു തന്നതാണ്. പള്ളി തന്നതല്ല, സഭ
തന്നതല്ല, കൂട്ടായ്മ തന്നതല്ല, ദൈവമക്കൾ തന്നതല്ല, സ്വർഗരാജ്യം നിനക്ക് മേടിച്ചു തന്നതാണ്. കർത്താവായ യേശു വില കൊടുത്ത് മേടിച്ചു തന്നതാണ് നിനക്ക് സ്വർഗരാജ്യം. ആ ഉറപ്പുണ്ടെങ്കിൽ നിനക്ക് ചേർന്ന് പാടാം. ലഭിക്കും നിശ്ചയം. ഞാൻ എൻ്റെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കുന്ന ക്രിസ്തുവിൻ്റെ രക്തം കർത്താവേ, മലിനമായ മനസ്സാക്ഷിയോടുകൂടെ, കുറ്റബോധമുള്ള മനസ്സാക്ഷിയോടുകൂടെ, അറിവില്ലായ്മയുടെ കാലത്ത് പറ്റിയ പാപത്തെക്കുറിച്ച് ഇന്നും വേദനിച്ച് നീറി ചിന്തകൾ നീറി കഴിയുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞങ്ങളുടെ ഈ മക്കളെ ഇന്ന് നീ ഒന്ന് വിടുവിക്കണമേ കർത്താവേ. ഈ വചനത്തിലൂടെ ആത്മാവൊന്ന് വ്യാപരിക്കണമേ ദൈവമേ. അവരുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കണമേ കർത്താവേ. ഇനിയും എൻ്റെ മേൽ അകൃത്യം നിൽക്കുകയാണല്ലോ, ഇനിയും എൻ്റെ പാപത്തിൻ്റെ കണക്ക് ഞാൻ കൊടുക്കേണ്ടി വരുമല്ലോ, ഞാൻ വിതച്ചത് കൊയ്യേണ്ടി വരുമല്ലോ എന്നുള്ളതായ അതിവേദനയിൽ കഴിയുന്ന മക്കളെ, നിങ്ങൾക്കൊരു വിടുതലുണ്ട്, നിങ്ങൾക്കൊരു വീണ്ടെടുപ്പുകാരനുണ്ട്, നിങ്ങൾക്ക് വേണ്ടി രക്തം ചിന്തി മരിച്ച ഒരു യേശുവുണ്ട്. നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതുവാൻ അവന്റെ രക്തം മതിയായതാണ്. അതിലുപരിയായി ഇനി ഒന്നും ആവശ്യമില്ല. നിങ്ങൾ ആർത്തുപാടി സ്തുതിച്ചാൽ മതി. നിങ്ങൾക്കൊരു തീരുമാനം മാത്രം മതി. ഇനി അറിഞ്ഞുകൊണ്ട് ഞാനൊരു പാപം ചെയ്യുകയില്ല, ഹല്ലേലൂയ, അറിഞ്ഞുകൊണ്ടൊരു പാപം ചെയ്യുകയില്ല എന്ന് തീരുമാനമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കരങ്ങൾ ഉയർത്തി ദൈവത്തോട് പറയാം, അവൻ ക്ഷമിച്ചു തന്നു കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇനി ആ മനസ്സാക്ഷി കുത്ത് നിങ്ങൾ അനുഭവിക്കേണ്ട, അതിവേദന നിങ്ങൾ അനുഭവിക്കേണ്ട. നിങ്ങൾ ആനന്ദിക്കൂ, നിങ്ങൾ സന്തോഷിക്കൂ. രക്ഷയുടെ സന്തോഷം കൊണ്ട് നിങ്ങൾ ആനന്ദിക്കൂ പ്രിയപ്പെട്ടവരെ. കാരണം വീണ്ടെടുപ്പാണ് നടക്കുന്നത്. അരുമനാഥന്റെ മുദ്രയാണ് പതിയുന്നത്. പിശാചിന്റെ മുദ്ര മാഞ്ഞു പോവുകയാണ്, പൈശാചികന്റെ മുദ്ര മാഞ്ഞു പോവുകയാണ്. കുറ്റബോധമുള്ള മനസ്സാക്ഷിയുടെ സ്ഥലത്ത് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന ആ വീണ്ടെടുപ്പിന്റെ ആത്മാവിനെ കിട്ടുകയാണ്. ഞാൻ അവകാശിയാണ്, ഞാൻ അവകാശിയാണ്, ഞാൻ സ്വർഗാവകാശിയാണ്. ഞാൻ ഇന്ന് വരെ ഞാൻ അപ്പ എന്ന് വിളിച്ചോളൂ. ഇന്ന് എനിക്ക് മനസ്സിലായി അപ്പൻ്റെ അവകാശം എനിക്കുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. അപ്പൻ്റെ ദൈവരാജ്യം എനിക്കുണ്ട്, അപ്പൻ്റെ സമാധാനം എനിക്കുണ്ട്, അപ്പൻ്റെ വിശുദ്ധി എനിക്കുണ്ട്, അപ്പൻ്റെ സ്നേഹം എനിക്കുണ്ട്, അപ്പൻ്റെ കരുണ എനിക്കുണ്ട്, അപ്പൻ്റെ അതേ സ്വഭാവം എനിക്കുണ്ട്. എനിക്കത് അവകാശപ്പെട്ടതാണ്. ഞാൻ ആഗ്രഹിച്ചാൽ അത് കിട്ടും. എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്, എൻ്റെ ആശങ്കയ്ക്ക് പരിഹാരമുണ്ട്. ഞാൻ അവൻ്റെ മകനാണ്, ഞാൻ അവൻ്റെ മകളാണ്. ഫീസ് വേണമെന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം അപ്പൻ തന്നിരിക്കും. ദൈവത്തിന് സ്തോത്രം. മക്കളെ ലജ്ജിപ്പിക്കാത്തൊരപ്പനുണ്ട്, ഹല്ലേലൂയ, ലജ്ജിപ്പിക്കാത്തൊരപ്പനുണ്ട്. എനിക്ക് അവനെക്കുറിച്ചാണ് പറയാനുള്ളത്. അവങ്കിലേക്ക് നോക്കി പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചില്ല. ലജ്ജിപ്പിക്കാത്ത അപ്പൻ, ഫീസ് തന്ന്, ഡ്രസ്സ് തന്ന്, സമയത്ത് കാര്യങ്ങൾ നടത്തി തന്ന് ഈ ഭൂമിയിലെ അപ്പൻ നിന്നെ ലജ്ജിപ്പിച്ചില്ല എങ്കിൽ ദൈവത്തിലെ നിന്നെ ലജ്ജിപ്പിക്കുന്നവനാണോ നിന്റെ അപ്പൻ? അല്ല, ലജ്ജിപ്പിക്കാത്ത അപ്പനാണ്. അവൻ നിനക്ക് കഴികൾ തരും, അവൻ നിനക്ക് വീണ്ടെടുപ്പ് തരും, അവൻ നിനക്ക് ദൈവരാജ്യം തരും, അവൻ നിനക്ക് പുതുക്കം തരും, അവൻ നിനക്ക് കുഞ്ഞിനെ തരും, അവൻ നിനക്ക് വിവാഹം തരും, അവൻ നിനക്ക് സൗഖ്യം തരും, അവൻ നിനക്ക് ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് തരും. ഹല്ലേലൂയ. അതേ മക്കളെ, നിങ്ങൾ വിശ്വസിക്കൂ. യേശു ഇടപെടുകയാണ്, നിങ്ങളുടെ ജീവിതത്തോട് ഇടപെടുകയാണ്. ഇന്ന് ശുദ്ധീകരണമാണ് നടക്കുന്നത്. ഹല്ലേലൂയ. പാപം മാറുകയാണ്, തകർന്ന മനസ്സാക്ഷി മാറുകയാണ്, ശരീരത്തിൻ്റെ മലിനത മാറുകയാണ്. അവയവങ്ങൾ ദൈവമക്കളെ അധികാരമാണ്. എൻ്റെ അവയവങ്ങളെ നിയന്ത്രിക്കാനുള്ള അധികാരം കർത്താവ് എനിക്ക് തരികയാണ്. എൻ്റെ അവയവങ്ങളെ ശുദ്ധീകരിക്കാനുള്ള, എൻ്റെ അവയവങ്ങൾ ഇനി പാപത്തിന് വിട്ടുകൊടുക്കുകയില്ല എന്ന് ദൈവസന്നിധിയിൽ ഉടമ്പടി ചെയ്യാനുള്ളതായ അവകാശത്തിൻ്റെ അധികാരം കർത്താവ് ഇന്ന് നിങ്ങൾക്ക് തരികയാണ്. നിങ്ങൾ ഉടമ്പടി ചെയ്യുക. എൻ്റെ അവയവങ്ങൾ പഴയതുപോലെ ഇനി മലിനതയ്ക്ക് ഞാൻ വിട്ടുകൊടുക്കുകയില്ല. എൻ്റെ കണ്ണാകട്ടെ, ഇന്ദ്രിയമാകട്ടെ, എൻ്റെ കാഴ്ചയാകട്ടെ, ഇല്ല, ഇനി പിറുപിറുപ്പില്ല. ഞാൻ എൻ്റെ നാവിനെ ശുദ്ധീകരിക്കുകയാണ്. എൻ്റെ കർത്താവായ യേശുവിനോട് സ്വർഗം കൽപ്പിച്ച വാക്ക് മാത്രമേ അവൻ പറഞ്ഞുകൊള്ളുവെങ്കിൽ അവൻ നല്ല മാതൃക വെച്ച് കേട്ടുപോയിരിക്കുന്ന ദൈവത്തിലെ നിനക്കും നിന്റെ രുചിയുള്ള വാക്ക് മാത്രം തരും. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. വീണ്ടെടുക്കപ്പെട്ട മക്കൾക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് പാടി പാടി സ്തുതിക്കാം. ലഭിക്കും നിശ്ചയം, വിരോധനിക്കൂ ശത്രുക്കൾ ആരുമേ കൊണ്ടുപോകയില്ല. പ്രാപിക്കും അന്നു ഞാൻ രാജൻ കയ്യിൽ നിന്നും ദൂതന്മാരുടെ മധ്യത്തിൽ.